പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ്, മാരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിലൂടെ സമൂഹത്തെ ഇവർ പഠിപ്പിക്കുന്നത്. പലപ്പോഴും ചില മുസ്ലിയാക്കാർ വെല്ലുവിളിക്കാറുണ്ട്, അങ്ങനെ എവിടെയാണ് ഹദീസിൽ പറഞ്ഞത് എന്ന്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത 5763 നമ്പർ ഹദീസ്, അതിൽ ഇപ്രകാരം കാണാം: യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലഹു. പ്രവാചകന് തോന്നി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന്, പക്ഷേ അദ്ദേഹം അത് ചെയ്തിരിക്കുകയില്ല. 3171 നമ്പർ ഹദീസ്, ഹത്താ കാന യുഖയ്യലു ഇലൈഹി അന്നഹു സനഅ ശൈഅൻ വലൻ യസ്നഉഹു. നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ്. 5765 ഹദീസ്, ഹത്താ കാന യറഉ അന്നഹു യഅതി അന്നിസാ വലാ യഅതിയഹുന്ന. സ്വന്തം ഇണകളെ സമീപിച്ചു എന്ന് പ്രവാചകന് തോന്നുന്നു, പക്ഷേ സമീപിച്ചിട്ടുണ്ടാവുകയില്ല. 5766 നമ്പർ, ഹത്താ ഇന്നഹു ലാ യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലു. നേരത്തെ പറഞ്ഞ അതേ ആശയം. 6063 നമ്പർ ഹദീസ്, ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു: മക്കത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ. ഇങ്ങനെയൊക്കെ നബി കഴിച്ചുകൂട്ടി. യുഖയ്യലു ഇലൈഹി അന്നഹു യഅതി അഹ്ലഹു വലാ യഅതി. സ്വന്തം ഇണകളെ സമീപിച്ചു എന്ന് തോന്നും, പക്ഷേ ചെന്നിട്ടുണ്ടാവുകയില്ല. 6391 നമ്പർ ഹദീസ്, തുബ്ബ ഹത്താ ഇന്നഹു ലാ യുഖയ്യലു ഇലൈഹി ഖദ് സനഅ ശൈഅ വമാ സനഅഹു. ഇവല്ലതും ചെയ്തു എന്ന് തോന്നും, ചെയ്തിട്ടുണ്ടാവുകയില്ല. അപ്പൊ നോക്കൂ, പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥ അദ്ദേഹം ഉദ്ദേശിച്ചൊരു ആശയം അത് സ്ഥാപിക്കാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം ഈ പറയപ്പെട്ട ഹദീസുകളൊക്കെ പരാമർശിച്ചത്. ഇപ്പോൾ ഈ ഒരു സംസാരത്തിൽ അദ്ദേഹം 1.5 മിനിറ്റിനുള്ളിൽ 6 ഹദീസാണ് സ്വഹീഹ് ബുഖാരിയിൽ നിന്ന് അദ്ദേഹം ഇവിടെ പരാമർശിച്ചത്. ആ ഒന്നിൽ പോലും പ്രവാചകരുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടൊരു പരാമർശം പോലുമില്ല. പ്രവാചകരുടെ ബുദ്ധിക്ക് എന്തെങ്കിലും കുറവുണ്ടായെന്നോ, മാന്യം സംഭവിച്ചുവെന്നോ, ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചുവെന്നോ അത്തരമൊരു പ്രയോഗം തന്നെ അതിലില്ല. അത് പിന്നെ അദ്ദേഹം അങ്ങ് വെച്ച് തീർക്കുകയാണ്. അപ്പോൾ ഹദീസിൽ എവിടെയും അങ്ങനെ പരാമർശം വന്നിട്ടില്ല. ഇത് നമ്മൾ മാത്രമല്ല, നൂറ്റാണ്ടുകളായി ഈ ഹദീസ് കൈകാര്യം ചെയ്തു പോകുന്ന അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെല്ലാവരും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി ഒന്നാണ്. ഇത് ബുദ്ധിയെ ബാധിച്ചിട്ടില്ല, നബിയുടെ വഹീനെ ബാധിച്ചിട്ടില്ല, നബിയുടെ അഖീദയെ ബാധിച്ചിട്ടില്ല. ദുന്യവിയായ ചില വിഷയത്തിൽ മാത്രമാണ് പ്രവാചകർക്ക് ചില സ്വാധീനങ്ങൾ ഇതുവഴി ഉണ്ടായത് എന്നാണ്. ഈ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും കൂടെ നമ്മൾ ഈ സംഭവം പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. യഹൂദികൾ പ്രവാചകർക്കെതിരെ വ്യത്യസ്തമായ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചു. അവർ നബിക്ക് വിഷം കൊടുത്തിട്ടുണ്ട്, അവർ നബിയെ കൊല്ലാൻ പലവിധ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പരിശ്രമമായിരുന്നു ആ നാട്ടിലെ അറിയപ്പെട്ട സാഹിറായ ലബീദ് ബിൻ അഅ്സം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവർ ഒന്നിച്ചുകൂടി ഒരു ഫീസൊക്കെ നിശ്ചയിച്ച് അതിന് സാമ്പത്തികമായ സഹായം അവർ ആളുകളിൽ നിന്ന് പിരിവായി എടുത്തുകൊണ്ട് വരെ ആ പണം കൊടുത്ത് ലബീദിനെ കൊണ്ട് പ്രവാചകർക്കെതിരെ സിഹർ ചെയ്യിക്കുക എന്നത് അവർ സ്വീകരിച്ച ഒരു മാർഗമായിരുന്നു. മാത്രമല്ല, ആ സിഹർ ചെയ്യിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ചില ഹദീസുകളിൽ കാണാം, ലബീദ് ബിൻ അഅ്സമിൻ്റെ സഹോദരി അവർ പറഞ്ഞുവെന്നാണ്: ഈ യക്കുൻ നബിയ്യൻ ഫസയുഖ്ബർ വ ഇല്ല ഫസയുദ്ഹിലുഹു ഹാദ സിഹർ ഹത്താ യദ്ഹബ അഖ്ലുഹു. ഇത് ശരിയായ പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകർക്ക് അല്ലാഹു തആല വഹയിലൂടെ ഇതിനെ യാഥാർത്ഥ്യം വിവരിച്ച് വ്യക്തമാക്കി കൊടുക്കും. ഇനി അതല്ല, ഇയാൾ ശരിയായ പ്രവാചകനല്ല, വ്യാജനാണ് എങ്കിൽ അതോടുകൂടി ആ പ്രവാചകന്റെ ബുദ്ധി നഷ്ടപ്പെട്ട് ആ പ്രവാചകന്റെ ശിർറതോടുകൂടി തീരുകയും ചെയ്യും എന്ന് ലബീദിന്റെ സഹോദരി പറഞ്ഞുവെന്നും അത് ഉദ്ധരിച്ചതിന് ശേഷം ഇബ്നു സഈദ് പറയാണ്: ഖുൽതു, ഞാൻ പറയുന്നു, ഫവഖഅ അവൽ. ലബീദിന്റെ സഹോദരി പറഞ്ഞ രണ്ടിൽ ആദ്യത്തേതാണ് സംഭവിച്ചത്. അപ്പം ലബീദിന്റെ സഹോദരിയുടെ ഒരു വിമർശനം, അവരുടെ ഒരു ആഗ്രഹമായിരുന്നു നബിയുടെ ബുദ്ധിക്ക് തകരാർ സംഭവിച്ച് നബി അതോടുകൂടി ഇല്ലാതായി പോകുക. അപ്പം നബി അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും, നബി ആണെങ്കിലോ അതൊന്നും സംഭവിക്കില്ല, അല്ലാഹു തആല വഹി നൽകും, അതിലൂടെ പ്രവാചകത്തിന്റെ വസ്തുത മനസ്സിലാകാനും കഴിയും എന്നാണ് അവരെന്ന് മനസ്സിലാക്കിയത്. എന്നിട്ട് പണ്ഡിതന്മാർ പറയുകയാണ്, അവർ പറഞ്ഞ രണ്ടിൽ ഒന്നാമത്തേതാണ് സംഭവിച്ചത്, രണ്ടാമത് സംഭവിച്ചിട്ടില്ല. ഇവിടെ രണ്ടാമത്തെ സംഭവിച്ചു എന്നാണ് ഇവരിവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ യഹൂദികൾ സിഹർ ചെയ്തു. ലബീദ് ബിൻ അഅ്സം എന്ന് പറയുന്ന ഒരു അറിയപ്പെട്ട സാഹിറായ യഹൂദി, അവൻ ചില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് സിഹർ ചെയ്തു. അതിൻ്റെ ഫലമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ ചില പ്രയാസങ്ങൾ ശാരീരികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷക്കുറവ് നബിക്ക് അനുഭവപ്പെട്ടു, ചില പ്രയാസങ്ങളുണ്ടായി. നബി അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹു തആല അതിന് പ്രതിവിധി അറിയിച്ചു കൊടുത്തു. മലക്കുകൾ വന്നു, ഇതെന്താണെന്ന് പറഞ്ഞു കൊടുത്തു, രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു, അതുകൂടി അതിൽ നിന്ന് മുക്തമാവുകയും ചെയ്തു. ഇതാണ് സംഭവം. യഥാർത്ഥത്തിൽ പ്രവാചകരാണ് എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. ഒന്നിപ്പോൾ ഇവിടെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലബീദ് ബിൻ അഅ്സമിന്റെ സഹോദരി പറഞ്ഞ വാക്ക്, ശരിയായ നബിയാണെങ്കിൽ അല്ലാഹു തആല വിവരം നൽകും, അല്ലാഹു തആല വിവരം നൽകി. അപ്പോൾ ക്ലിയറായി ഇത് ശരിയായ നബിയാണ്, ഇത് തെളിവായി അത് സ്ഥാപിക്കപ്പെട്ടു. ഇമാം ബൈഹഖി റഹിമഹുള്ളയുടെ ദലായിലുൻ നുബുവ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിന് പ്രവാചകത്വത്തിന് ദലീലായി പറയാവുന്ന ആയത്തുകളെയും ഹദീസുകളെയും സംഭവങ്ങളെയുമാണ് അദ്ദേഹം ആ കിതാബിൽ പരാമർശിക്കുന്നത്. അതിൽ അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. നബിതങ്ങളുടെ നുബുവത്തിന്, പ്രവാചകത്വത്തിന് തെളിവായിക്കൊണ്ട് ഈ സംഭവത്തെ അദ്ദേഹം എടുത്തു കൊടുക്കുന്നു, സമർത്ഥിക്കാൻ. അദ്ദേഹം പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകളുടെയും അതേപോലെ യഹൂദികളുടെയും നസ്വാറാക്കളുടെയും ഒക്കെ വിമർശനമായിരുന്നു പ്രവാചകൻ സാഹിറാണ് എന്ന്. അപ്പോൾ സാഹിർ ആയതുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത്, സാഹിർ ആയതുകൊണ്ടാണ് ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നത്, അത് നബിയൊന്നുമല്ല, അള്ളാഹുവിൻ്റെ വഹയൊന്നുമില്ല, മുഴുജത്തല്ല എന്നാണ് അവരുടെ വാദം. എന്നിട്ട് അവർ ആ പ്രവാചകർക്കെതിരെ സിഹർ ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും സാഹിറിന് സിഹർ ബാധിക്കുകയില്ല. സാഹിർ ശൈത്താൻ്റെ ആളാണ്. അതുകൊണ്ട് ശൈത്താൻ ഉപയോഗിച്ച് ചെയ്യുന്ന സിഹർ ശൈത്താൻ്റെ ഒരു ഏജൻസിയെ ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല. അപ്പോൾ സാഹിർ സിഹർ ബാധിക്കില്ല. ഇവർ സിഹർ ചെയ്തു.
അതിന് ചില സ്വാധീനങ്ങൾ പ്രവാചകർക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ബോധ്യമായി ഇത് സാഹിറല്ല. സാഹിർ അല്ലെങ്കിൽ പിന്നെ ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നതും ഈ കാര്യങ്ങൾ പറയുന്നതൊക്കെ എങ്ങനെയാണ്? വഹയ് പ്രകാരമാണ്. അപ്പം നബിതങ്ങൾ നബിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവാണ് ഇവർ സിഹർ ബാധിച്ചു എന്നുള്ളത്. എന്ന നിലക്ക് ഇമാം ബൈഹഖി റഹിമഹുല്ലാ ദലായിലുൻ നുബുവയിൽ ഈ ഹദീസ് അദ്ദേഹം കൊടുക്കുന്നു. നുബുവത്തിൻ്റെ അടയാളമായിക്കൊണ്ടാണ് പരാമർശിക്കുന്നത്. ഒരിക്കലും പ്രവാചകർക്ക് ഇതൊരു മോശത്തരമായിട്ടല്ല അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും കണ്ടത്. നബിതങ്ങളുടെ മേന്മ ഒന്നുകൂടി വർദ്ധിക്കാനും നബിതങ്ങളുടെ മഹത്വത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും നബിതങ്ങളെ അള്ളാഹു സംരക്ഷിക്കും എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യപ്പെടുത്തിയത് പ്രവർത്തിപത്തിൽ കാണിച്ചു കൊടുക്കാനും ഒക്കെയാണ് യഥാർത്ഥ ഈ സംഭവം കൂടെ. അതോടൊപ്പം യഹൂദികളുടെ ശത്രുത എത്രമാത്രം ഉണ്ടായിരുന്നു എന്നത്, സിഹർ കൊണ്ട് അവർക്ക് ചെയ്ത എത്രയേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല വശങ്ങൾ, ഒരുപാട് ഹൈറുകൾ ഇതിലൂടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഇത്തരം ആളുകൾക്ക് ഈ ഹദീസുകളൊക്കെ നിരാകരിക്കണം. അതിനവർ കണ്ടെത്തിയ വഴിയാണ് ഇല്ലാത്ത അർത്ഥങ്ങൾ ഇതിനെല്ലാം ചമച്ചുണ്ടാക്കി ഈ റിപ്പോർട്ടുകളെ വായിച്ച് കണ്ടോ അപ്പം നബിയുടെ ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടായിരുന്നില്ല, ബുദ്ധിയെ ബാധിച്ചു എന്നാണ് സ്ഥാപിക്കുന്നത്. ഈ വായിച്ച 6 റിപ്പോർട്ടിൽ എവിടെയാണ് നബി തങ്ങളുടെ ബുദ്ധിയെ ബാധിച്ചു എന്നുള്ളത്? ഇല്ല. മാത്രമല്ല ഈ ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ഈ റിപ്പോർട്ട് എല്ലാം എടുത്തു വെച്ചിട്ട് ഈ പറയപ്പെട്ട മുഴുവൻ റിപ്പോർട്ടുകളും ഫത്തുൽ ബാരി നമുക്ക് കാണാം. ഫത്തുൽ ബാരി ഹദീസുകൾ മൊത്തം ചർച്ച ചെയ്യുന്ന ഭാഗത്ത് ഈ എല്ലാ ഉദ്ധരണികളും എടുത്തു വെക്കുകയാണ്. ഇത് അവസാനം ഇമാം അസ്ഖാരി കൊടുക്കുക ഖാല ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ഫളഹറ ബിഹാദ, ഈ റിപ്പോർട്ടുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതുകൊണ്ട് വ്യക്തമാകുന്നു അന്ന സിഹ്റ ഇന്നമാ തസല്ലത അലാ ജസദിഹി വലവാഹിരി ജവാരിഹി, നബി തങ്ങളുടെ ശരീരത്തെയും നബി തങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള അവയവങ്ങളെയും മാത്രമേ ഇത് ബാധിച്ചിട്ടുള്ളൂ. ലാ അലാ തംയീസിഹി വമുഅ്തഖദിഹി, നബി തങ്ങളുടെ വകതിരിവിനെ, നബി തങ്ങളുടെ ബുദ്ധിയെ, നബി തങ്ങളുടെ വിശ്വാസത്തെ ഒന്നും ഇത് ബാധിച്ചിട്ടില്ല. നബി തങ്ങളുടെ ശരീരത്തെയും ബാഹ്യമായ അവയവങ്ങളെയും മാത്രമേ ബാധിച്ചുള്ളൂ എന്ന് ഈ റിപ്പോർട്ടുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടു. ഏത് റിപ്പോർട്ട്? അലി മദനി പറഞ്ഞ ഇതേ റിപ്പോർട്ടുകൾ എണ്ണി പറഞ്ഞ ശേഷം പറയാണ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബോധ്യമായി നബിയുടെ ബുദ്ധിയെ ബാധിച്ചിട്ടില്ല. അതെല്ലാം വെച്ച് നോക്കി അദ്ദേഹത്തിന് ബോധ്യമാകുന്നു നബിയുടെ ബുദ്ധിയെ ബാധിച്ചു ഇല്ല എന്നാണ്, അല്ലാതെ നബിന്റെ ഇത് ബാധിച്ചതല്ല. പിന്നെ അദ്ദേഹം ചെയ്തൊരു കൃത്രിമണ്ടതിന്, അപ്പം അദ്ദേഹം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പിന്നെ ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നുന്നു, സമീപിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്തു എന്ന് തോന്നുന്നു, ചെയ്തിട്ടില്ല. അപ്പോൾ അത് ബുദ്ധിക്ക് കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പിന്നെ സമർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നി, സമീപിച്ചിട്ടില്ല എന്നല്ല. അദ്ദേഹം വായിച്ചതിൽ തന്നെ വായിച്ചെന്താണ്? ഹത്താക്കാണ് യറ അന്നഹു യഅ്തിൻ നിസാ വലാ യഅ്തിഹിന്ന. അന്നഹു യഅ്തിൻ നിസാ മുളാരിയായ പ്രയോഗമാണ്, അല്ലാതെ മാളിയല്ല, ഭൂതകാല ക്രിയയല്ല. പക്ഷെ അർത്ഥം വെച്ചതോ ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നുന്നു, സമീപിച്ചിട്ടുണ്ടാവില്ല. സമീപിച്ചു തോന്നുന്നതല്ല, സമീപിക്കണമെന്ന് പ്രവാചകർക്ക് താല്പര്യമുണ്ട്. പക്ഷേ സമീപിക്കാൻ ചെല്ലുമ്പോൾ പ്രവാചകർക്ക് അതിനുള്ള ഉന്മേഷം ലഭിക്കുന്നില്ല. മാത്രമല്ല ഈ റിവായത്ത് വെച്ചിട്ട് തന്നെ പണ്ഡിതന്മാർ വിശദിച്ച് കാണാൻ കഴിയും. ഇമാം ദാവൂദ് റഹ്മത്തുള്ളാഹി പറയാണ് ഇവിടെ യറ എന്നും യുറ എന്നും വായിക്കാം. ഹത്താക്കാണ് യുറ അന്നഹു യഅ്തിൻ നിസാ ബിളമ്മി അവ്വലിഹി, അതായത് ലൊമ്മ ചെയ്തു യുറ, അതായത് യുലന്നു, നബിക്ക് അങ്ങനെ ഒരു തോന്നൽ, ഇത് ഭാര്യമാരെ സമീപിക്കണം എന്ന് നബിക്ക് തോന്നൽ വരുന്നു. വഖാല ഇബ്നു തീൻ ലബതത് യുറ ബിഫത്ഇ അവ്വലിഹി, യുറ എന്നല്ല അതിന് അത് ഫത ചെയ്തുകൊണ്ട് യറ എന്നുമുണ്ട്. ഖുൽതു മിനർ റഈ ലാ മിനർ റുയത്തി, അത് റുയത്ത് കാണുക എന്ന അർത്ഥത്തിലല്ല, റഈ അഭിപ്രായപ്പെടുക എന്നാണ്. അപ്പം നബിതങ്ങൾക്ക് അഭിപ്രായമുണ്ട്, നബിതങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ഇന്ന് ഭാര്യമാരുമായി ബന്ധപ്പെടണം. പക്ഷെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള ഉന്മേഷം ലഭിക്കുന്നില്ല എന്നാണ് ഇതിലുള്ളത്. ഫയർജു യാ മഅനൽ വന്നി. ഇതിനുശേഷം പറയാണ്, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷം വീണ്ടും പറയുന്നു പ്രവാചകൻ ഭാര്യമാരെ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ലാ യൽസമു മിൻ അന്നഹു കന യളുന്നു അന്നഹു ഫഅല ശൈഅ വലം യകുൻ ഫഅലഹു അൻ യജ്മ ബിഫിഅലിഹി ദാലിക. ഒരു കാര്യം നബി ചെയ്യണമെന്ന് തോന്നി ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ചെയ്യാൻ കഴിയാതെ പോവുക എന്നല്ല. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ല. ചെയ്യണമെന്ന് നബിക്ക് മനസ്സിലൊരു ആഗ്രഹം, പക്ഷെ ചെയ്യാനൊട്ട് ഉന്മേഷം ലഭിക്കുന്നില്ല എന്നേ ഇതിലുള്ളൂ എന്ന് വരെ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നു. മാത്രമല്ല ഇവിടെ യുഖയ്യലു എന്നാണല്ലോ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി പറയുകയാണ്, യുഹ്തമലു അൻ യകൂന മുറാദു ബിത്തഖ്യീരി അൽ മദ്കൂർ അൻഹു യദ്ഹറു ലഹു മിൻ നശാത്തിഹി. നബിതങ്ങൾക്ക് ഭാര്യമാരെ സമീപിക്കാനുള്ള നശാത്തുണ്ട്, അതിനുള്ള ഒരു ഉന്മേഷമുണ്ട്, അതിനുള്ള ശേഷിയുണ്ട് എന്ന് നബിക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നു. മാ അലിഫഹു മിൻ സാബിഖ അലത്തിഹി, നബിതങ്ങളുടെ സാധാരണ പതിവനുസരിച്ച് ഇന്ന് ഭാര്യമാരുമായി ബന്ധപ്പെടാനുള്ള ശേഷിയുണ്ട് എന്ന് നബിതങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ അത് എന്താണ് എന്നാൽ സ്ത്രീകളുമായി അടുത്തെത്തുമ്പോൾ അങ്ങനെ ഒരു ബന്ധപ്പെടാനുള്ള ഒരു ഉന്മേഷം ലഭിക്കുന്നു, ഉന്മേഷക്കുറവ് ഉണ്ടാകും. ഇതാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. അല്ല നബി ബന്ധപ്പെട്ടു എന്ന് നബിക്ക് തോന്നി, ഇന്നലെ ബന്ധപ്പെട്ടില്ല എന്ന് ആയിഷ ബീവി പറയാ എന്നൊന്നുമല്ല. ഇദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ